ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അയ്യാണ്ടേക്കിലേക്ക് ഒരു സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മൈനാണ്. അതായത് ഈ ആർമിക്കാരൊക്കെ നടന്നു പോകുമ്പോൾ ഈ മണ്ണിൻ്റെ അടി കുഴിച്ചിട്ടിട്ട് ഒരു ചവിട്ടം പൊട്ടിത്തെറിക്കുന്ന ആ സംഭവം. പക്ഷെ അത് റിയൽ അല്ല, നമ്മൾ ചുമ്മാ അതിൻ്റെ ഒരു ഡമ്മിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് വർക്ക് ചെയ്യും. എന്നാൽ ഇത് ഭയങ്കര ഒരു ആഡിയൻസ് പോലൊന്നും പൊട്ടിത്തെറിക്കുന്നില്ല, ചെറിയതായിട്ടുള്ള. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. തൊട്ടേക്കുന്ന താഴെ കിടന്ന ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് ഇതിനകത്തൊരു കാർഡ്ബോർഡാണ്. ഈ കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യമേ ഒരു കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ സ്കെയിൽ അടയാളപ്പെടുത്തണം. അതിന് ശേഷം സ്കെയിലിലെ കോമ്പസ് എടുത്തതിന് ശേഷം നമുക്ക് സർക്കിൾ എടുക്കണം. സർക്കിൾ നമ്മൾ ഇപ്പം വരച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കിൾ വരച്ചു. ഇപ്പോൾ നമുക്ക് എടുക്കേണ്ടത് അതിനെ വെളിയിൽ കൂടെ ഒരു സർക്കിൾ വരയ്ക്കണം. അതായത് 1-2 സെൻറ്റിമീറ്റർ അതിനേക്കാളും വലിയ സർക്കിൾ വരയ്ക്കണം. അതായത് നമുക്ക് ആദ്യം കാണുന്ന സർക്കിൾ നമുക്ക് വെട്ടിയെടുക്കാനുള്ളതാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് അതായത് സർക്കിളിൻ്റെ ഷേപ്പിന് നമുക്കൊന്ന് വെട്ടിയെടുക്കണം. ഞാനിപ്പോൾ കത്രിക വെച്ചാണ് വെട്ടിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മളാണെങ്കിൽ അത് കൂടാതെ വേറൊരു സർക്കിളും കൂടെ വെട്ടിയെടുക്കണം. ആ സർക്കിൾ വെട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത ആ സർക്കിള് അതിൻ്റെ അകത്ത് നമ്മൾ 2 സർക്കിൾ വരച്ചായിരുന്നു. 2 സർക്കിളിൻ്റെ അകത്തുള്ള സർക്കിൾ നമുക്കിന്ന് ഒരു കത്രിക വെച്ച് ഹോൾ ഇട്ടതിന് ശേഷം ഞാൻ കത്രിക വെച്ച് തന്നെ അത് വെട്ടിയെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ അത് എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത രണ്ടാമത്തെ സർക്കിൾ ഒന്ന് ലെവൽ ചെയ്യണം. അതായത് നമ്മൾ വെട്ടിയെടുത്തത് ചെറിയ ഒരു ഷേപ്പ് സർക്കിൾ ഷേപ്പിലല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തൊന്ന് എടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത അതിൻ്റെ അകത്തുള്ള സർക്കിളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ സർക്കിൾ എടുത്തു. അതിനുശേഷം നമുക്ക് നീളത്തിൽ എടുക്കുന്ന ഒരു കാർഡ്ബോർഡ് വേണം. ആ കാർഡ്ബോർഡ് ഞാൻ ഇപ്പം വീഡിയോ കാണിക്കുന്ന കണക്ക് തന്നെ നിങ്ങൾ ഇളക്കിയെടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ കട്ടി കുറയും. ആ കട്ടി കുറഞ്ഞ ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലോ എന്തെങ്കിലും ഒരു ബോട്ടിലോ എടുത്ത് നമുക്ക് അതിനെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ അത് എൻ്റെ ഒരു റൗണ്ട് ഷേപ്പിന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോർഡർ ഒട്ടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ നേരത്തെ ഒരു കുഞ്ഞു സർക്കിൾ വെട്ടിയെടുത്തായിരുന്നു. കുഞ്ഞു സർക്കിളിൻ്റെ അകത്താണ്, അതായത് കുഞ്ഞു സർക്കിൾ അല്ല ഏറ്റവും അളവ് കുറഞ്ഞ സർക്കിളിനകത്ത് നമുക്ക് നേരത്തെ വെട്ടി ആ നീളത്തിലെടുത്ത കാർഡ്ബോർഡിന് കട്ടി കുറച്ച കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയതിന് ശേഷം അതിൻ്റെ ആ റൗണ്ടിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രം അതിൻ്റെ നീളം എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ആ സർക്കിളൊന്ന് ഒട്ടിക്കണം. ആദ്യമേ നീളത്തിൽ അത് ഗ്ലൂ വെച്ചതിന് ശേഷം ഒട്ടിക്കുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പം ഒട്ടും. നമുക്ക് റൗണ്ടിന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കണക്ക് അത് ഒട്ടിച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നീളത്തിൽ നമുക്ക് വീണ്ടും അത് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ രണ്ടാമത് വെട്ടിയെടുത്ത വലിയ സർക്കിളിന്, അതായത് ഹോളില്ലാത്ത സർക്കിളിന് നമുക്കതിന് ഇപ്പോൾ നേരത്തെ ഒട്ടിച്ച രീതി തന്നെ ഗ്ലൂ ഗണ്ണ് തേച്ച് ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കുന്നതൊക്കെ ഒട്ടിക്കുവാണ്.
ഇപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. അതിന് ശേഷം ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ നീളത്തിൽ വീണ്ടും ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇനി അത് മനസ്സിലാവും. കട്ടിയുള്ള കാർഡ്ബോർഡ് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമുക്ക് അതിനൊരു ഹോൾ ഇട്ടതിന് ശേഷം അത് ഇറക്കി വെക്കണം. അതായത് കുറച്ച് പോർഷൻ മാത്രമേ ഇറക്കാവൂ, ബാക്കി പോർഷൻ മൊത്തം അതിൻ്റെ അകത്തായിരിക്കണം. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ആ വെളിയിലോട്ടുള്ള പോർഷൻ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കാർഡ്ബോർഡിൻ്റെ അകത്ത് ഒരു ഹോൾ ഇട്ട ശേഷം അത് അകത്തോട്ട് ഇറക്കി വെച്ചിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഈ തീപ്പെട്ടിക്കൊള്ളി ഒട്ടിച്ചു വെക്കണം. ഏകദേശം നമ്മൾ മാക്സിമം അടുപ്പിച്ച് വെക്കണം. ശേഷം നമുക്ക് അടിയിലായിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി ഒട്ടിച്ചു വെക്കാറുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്ലൂ കൊണ്ട് വെച്ച് അതും ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ വീഡിയോ കാണിക്കുന്നതിനൊക്കെയാണ് അത് ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നേരത്തെ വെച്ചിരുന്ന ആ ടൂത്ത് പിക്കിൻ്റെയൊക്കെ ബാക്കി വരുന്ന പോർഷൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത തീപ്പെട്ടിക്കൊള്ളിയുടെ ആ റബ്ബ് ചെയ്യുന്ന പോർഷൻ നമുക്ക് ഗ്ലൂ കൊണ്ട് വെച്ച് ഞാൻ എടുത്ത് ഒട്ടിച്ച് വെക്കുവാണ്. ഞാൻ പിന്നെ ആദ്യമേ ഒരു കാര്യം പറയണമായിരുന്നു. ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് നമുക്ക് സാധാ ഫെവിക്വിക്കോ ഫെവിക്കോളോ വെച്ച് നമുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ മെഡിസിൻസ്, അതായത് ഈ തീപ്പെട്ടിക്കുള്ളിയുടെ ആ എടുത്തിട്ട് ആ മരുന്നെടുത്തിട്ട് നമുക്കത് ആ ഒരു ഒരു വൈറ്റ് ഷീറ്റോ എന്തെങ്കിലും ഒരു പേപ്പർ എടുത്തതിന് ശേഷം ആ മരുന്ന് മൊത്തം അതിൻ്റെ അത് ഇടാം. ശേഷം അത് ഏകദേശം ഇത്രത്തോളം കാണും. അതായത് ഒരു ഡസൻ 2 or 3 തീപ്പെട്ടിക്കൊള്ളിയുടെ സെറ്റ് വേണം. എടുത്തതിന് ശേഷം നമുക്ക് അത് നേരത്തെ നമ്മളൊരു ഡ്രോ പോലെ ഉണ്ടാക്കി വെച്ചായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ അടപ്പ് ഇറക്കി വെക്കണം. അടപ്പ് ഇറക്കി വെക്കുന്നതിന് മുമ്പിട്ട് ഒന്ന് ഗ്ലൂ കൊണ്ട് വെച്ചാൽ ഒട്ടിക്കണം ആ അടപ്പ്. അതായത് ഒരു ഹോളുള്ള, നമ്മൾ ആദ്യമേ വെട്ടിയെടുത്ത ഒരു ഹോളുള്ള തെർമോക്കോളല്ല കാർബോർഡ് എടുത്തായിരുന്നു. അത് ഇത് തന്നെ ഇപ്പോൾ വീഡിയോ കാണുന്ന സംഭവം തന്നെ നമ്മൾ എടുത്തിട്ട് ശേഷം അതിൻ്റെ അകത്ത് ഇറക്കി വെക്കണം. മുഴുവൻ ഇറക്കി വെക്കല്ലേ, കുറച്ച് ഇറക്കി വെക്കണം. ശേഷം നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ജസ്റ്റ് നല്ല ചവിട്ടിയപ്പോൾ തന്നെ നല്ല സ്മോക്ക് വരുന്നുണ്ട്, അതായത് പുക വരുന്നുണ്ട്. ഈ ചെരുപ്പില്ലാതൊന്നും ഇത് ചവിട്ടരുത്, കാലിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. ഇനി ഇതാരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തത് അങ്ങനെ നോക്കരുത്, ഡേഞ്ചറാണ്, പ്രത്യേകിച്ച് പിള്ളേർ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനൊക്കെ നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് താഴെ ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഇനി ഇതിനൊക്കെ നല്ല വീഡിയോസ് കാണുന്നവരെ റിച്ചു രാജീവ് സൈനിങ്